അർജുൻ പെട്ടെന്ന് തന്നെ ആ മെസ്സേജ് എടുത്ത് വായിച്ചു. ഹായ്, എന്താണ് ആവേശമൊക്കെ പോയോ? ഒരു അനക്കവുമില്ലല്ലോ. ഇനി വിളിക്കുന്നില്ലേ? എന്താടാ, അസുഖം വല്ലതുമാണോ? ഒന്നുമില്ലെങ്കിലും എൻ്റെ മിസ്റ്ററി ഫ്രണ്ട് അല്ലേ? ആർ യു ഓൾ റൈറ്റ്? അർജുന് ശരിക്കും ഇമോഷണലായി. താൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട ഒരുത്തൻ തന്നെ കണ്ടത് വെറും ഒരു സക്കറായിട്ടാണ്. എന്നാൽ താൻ ആരാന്ന് പോലും അറിയാത്ത ഒരാള് തൻ്റെ ആരോഗ്യമൊക്കെ അന്വേഷിക്കുന്നു, സുഖവിവരം തിരക്കുന്നു. അർജുൻ അപ്പോൾ തന്നെ സാറിനെ വിളിച്ചു. സാർ, ഹലോ, എന്താണ്, ജീവനോടെ ഉണ്ടോ? ഞാൻ കുറെ വിളിച്ചല്ലോ. അർജുൻ, ഞാൻ പുറത്തായിരുന്നു, അതാ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. സാർ, എന്താണ് ഒരു വിഷമം പോലെ? തുടക്കത്തിലെ ആവേശമൊക്കെ ഇപ്പൊ ഇല്ലല്ലോ. എങ്കിൽ ഇനിയെങ്കിലും പറ, താൻ ആരാ? അർജുൻ, നേരിൽ കാണാം സാർ. ഞാൻ മൺഡേ സാറിന്റെ റൂമിൽ വരാം. മൺഡേ 11:30 വന്ന കുഴപ്പമുണ്ടോ? ബ്രേക്ക് ടൈമിൽ ഓക്കെ ആണോ? സാർ, അതൊക്കെ ഓക്കെ. അപ്പൊ നീ പറയില്ല അല്ലേ? അർജുൻ, വേറെ എന്താ? സാർ, ഞാൻ ശരിക്കും നിനക്ക് FB-യിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടോ? അതോ? അർജുൻ, ഇല്ല, അതൊക്കെ നേരിട്ട് പറയാം. സാർ, ഡാ പിന്നെ എങ്ങനാ? എനിക്കിപ്പോൾ തന്നെ ടെൻഷൻ ആവുന്നു. ഞാൻ നിന്നെ വിശ്വസിച്ച് ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് അവസാനം നീ എന്നെ ചതിക്കുവോ? എനിക്ക് നിന്റെ സംസാരം കേട്ടപ്പം തോന്നിയൊരു ഇഷ്ടം കൊണ്ടാണോ ഇത്രയും മിണ്ടിയത്? അവസാനം ഞാൻ കരയേണ്ടി വരുമോ? അർജുൻ, സാർ, എങ്കിൽ ഇനി ഞാൻ നേരിൽ കാണുന്നവരെ സാറിനെ വിളിക്കില്ല, പോരെ? സാർ, അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് നിന്നെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അർജുൻ, അതൊന്നും വേണ്ട സാർ. മൺഡേ ഞാൻ തീർച്ചയായും വരും, ഉറപ്പായിട്ടും വരും. സാർ, വേറെ എന്താ? നീ എന്നിൽ നിന്ന് എന്താ ശരിക്കും പ്രതീക്ഷിക്കുന്നത്? വെറുതെ ടൈം പാസ് ആണോ? തിങ്കളാഴ്ച കണ്ടു കഴിഞ്ഞ് പിന്നെന്താ? അതോ പറ്റിക്കലാണോ? അർജുൻ, സാർ, ഇനി എങ്ങനെ പറഞ്ഞ് ഞാൻ ശരിക്കും മിണ്ടൂല കേട്ടോ. ശരിയാ, തമാശയ്ക്കാണ് വിളിച്ചു തുടങ്ങിയത്. പക്ഷെ ഇപ്പോ എനിക്ക്... സാർ, പറ, ഇപ്പോ എനിക്ക്... അർജുൻ, ഒന്നുമില്ല, ഞാൻ പോവാം. ശരി എന്നാ, ഗുഡ് നൈറ്റ്, സി യു. അങ്ങനെ അവരുടെ സംസാരം വളർന്നുകൊണ്ടേയിരുന്നു. വരുണിന്റെ കോൾ പതുക്കെ അർജുൻ ഒഴിവാക്കാൻ തുടങ്ങി. ജസ്റ്റ് മെസ്സേജിൽ മാത്രമായി ചുരുങ്ങി. അങ്ങനെ വീണ്ടും ഒരു സൺഡേ വന്നെത്തി. പതിവ് പോലെ രാവിലെ വൈകി എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് ഇരുന്നപ്പോൾ സാറിനെ ഒന്ന് വിളിക്കാമെന്ന് അർജുൻ കരുതി. ഇപ്പോൾ ഡെയിലി സാറിനെ ഒന്ന് വിളിച്ചില്ലെങ്കിൽ അർജുൻ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ്. സാറിനെ വിളിച്ചു. സാർ, ഹലോ, എന്തൊക്കെയുണ്ട്? സൺഡേ ആയിട്ട് എന്താ പരിപാടി? അർജുൻ, ഒന്നുമില്ല സാർ, തുണി അലക്കാനുണ്ട്. പക്ഷെ മടി പിടിച്ച് വെറുതെ കിടക്കുക. സാറിന് എന്താ വിശേഷം? അവിടെ എന്താ പരിപാടി? സാർ, ഇവിടെ അച്ഛനമ്മ ഗുരുവായൂർ പോയേക്കോ. ഞാൻ പറമ്പിൽ കുറച്ച് പണിയെടുത്തുകൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ വെള്ളം കുടിക്കാൻ അകത്തേക്ക് കയറിയപ്പോഴാണ് നീ വിളിച്ചത്. പിന്നെ എന്തൊക്കെയുണ്ട്, പറയൂ മൈ ഡിയർ മിസ്റ്ററി ഫ്രണ്ട്. അർജുൻ, ഒരു കാര്യം ചോദിക്കട്ടെ? സാർ, പിന്നെന്താ, എന്തിനാ മുഖവരെയൊക്കെ? ചോദിച്ചോളൂ. അർജുൻ, സാറിന് നമ്മുടെ കോളേജിൽ ആരെങ്കിലും അറിയാമോ? ഐ മീൻ, ഈ രീതിയിൽ. സാർ, പോടാ, ഞാനൊരു സാറല്ലേ. സെയിം കോളേജിലെ കുട്ടികളെ ഞാൻ നോക്കാറില്ല. ഇതിപ്പോ നീ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തതുകൊണ്ട്. അർജുൻ, എന്നാലും ആരോടും ഒന്നും തോന്നിയിട്ടില്ല ഇതുവരെ. സർ, ബോയ്സ് അങ്ങനെ നേരിട്ട് മുട്ടില്ലല്ലോ. ഗേൾസ് ആണ് കൂട്ടത്തിൽ നല്ല കോഴികൾ. സംശയമാണെന്ന് പറഞ്ഞ് ഫോൺ നമ്പർ വാങ്ങും, എന്നിട്ട് നല്ല മൂപ്പിക്കലാണ്. അർജുൻ, അപ്പൊ സാറിന് ആരോടും ഒരു ഇൻട്രസ്റ്റും തോന്നിയിട്ടില്ല? സർ, അങ്ങനെ ചോദിച്ചാൽ ഞാൻ ആകെ 2 ബാച്ചിനെല്ലാം പഠിപ്പിച്ചിട്ടുള്ളൂ. അതിൽ ഒരുത്തന്നെ ഞാൻ നോക്കിയിരുന്നു. ബട്ട് അവൻ സ്ട്രെയിറ്റ് ആണെന്ന് തോന്നുന്നു. എന്നോട് മിണ്ടിയിട്ട് കൂടിയില്ല അവൻ. ഹി. അർജുൻ, ആരാ അത്? ഇത്രയും സുന്ദരനായ സാറിനെ മൈൻഡാക്കാതെ പോകാൻ മാത്രം ജാടയുള്ളവൻ. സാർ, അവന്റെ പേര്... അല്ല, അതെന്താ നിന്നോട് പറയുന്നത്? നീ ആരാന്ന് പോലും എനിക്കറിയില്ല. പിന്നെ എന്ത് വിശ്വാസം നിന്നോട് ഞാൻ ഇതൊക്കെ പറയാം? അത് വിട്. ഓ, ശരി സാർ. എന്നാൽ ഒന്ന് പറ, പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും വേണ്ട. എന്താ സംഭവം എന്തെങ്കിലും പറ. ഞാൻ കഴിഞ്ഞ ആർട്സിന് വയലിൻ വായന കേട്ടാണ് ഹാളിൽ പോയത്. എന്ത് രസമായിട്ടാ വായിച്ചതെന്നറിയാമോ? അന്ന് ഞാൻ ആ പ്രോഗ്രാം കഴിഞ്ഞ് നന്നായിരുന്നു എന്ന് അവനോട് പറയാൻ സ്റ്റേജിന്റെ സൈഡിൽ പോയി കോൺഗ്രാജുലേറ്റ് ചെയ്തു. ബട്ട് ആ തെണ്ടി വെറുതെ ഒന്ന് ഇളിച്ചിട്ട് കൂട്ടുകാരൻ്റെ കൂടെ തുള്ളിച്ചാടി അങ്ങ് പോയി. ഞാൻ വല്ലാണ്ട് ചമ്മിപ്പോയി. അതിനുശേഷം ഞാൻ മിണ്ടിയിട്ടേ ഇല്ല. ക്ലാസ്സിൽ കിട്ടുമ്പോഴൊക്കെ നല്ല പണി കൊടുക്കും. ഏറ്റവും ടഫ് ക്വസ്റ്റ്യൻസ് അവനോട് തന്നെ ചോദിക്കും. നമുക്ക് ഇങ്ങനെയൊക്കെയല്ല പ്രതികാരം ചെയ്യാൻ പറ്റുള്ളൂ. അർജുൻ, വയലിനോ? എന്നിട്ട് അയാൾക്ക് പ്രൈസ് വല്ലതും കിട്ടിയായിരുന്നോ? സാർ, അവനായിരുന്നു കഴിഞ്ഞ വർഷത്തെ ആർട്സിന് വയലിന് ഫസ്റ്റ് പ്രൈസ്. അർജുൻ കോൾ കട്ട് ചെയ്തു. ഈശ്വര, കഴിഞ്ഞ കൊല്ലത്തെ ആർട്സിന് ഫസ്റ്റ് കിട്ടിയത് എനിക്കല്ലേ? സോളോ വയലിൻ കോമ്പറ്റീഷൻ, ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു
അർജുൻ ഉണ്ണികൃഷ്ണൻ. അർജുൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. സന്തോഷമാണോ പേടിയാണോ എന്നറിയില്ല. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാൾക്ക് തിരിച്ചും ആ ഇഷ്ടമുണ്ട് എന്നറിയുന്നത് ഒരു ഭാഗ്യമാണ്. പക്ഷേ ഇതിപ്പോ വരുണിനെ ചതിക്കുന്ന പോലെ ആകുമോ എന്നൊരു പേടി അർജുനുണ്ടായി. എന്നാലും അന്ന് വയലിൻ കഴിഞ്ഞ് സാറ് കൊങ്ക്രാജുലേറ്റ് ചെയ്യാൻ വന്നത് അർജുൻ ഓർക്കുന്നു കൂടിയില്ല. ഈശ്വര, എന്താ ചെയ്യുക, എന്തായാലും വിളിക്കാം. ഫോൺ ഓൺ ആക്കി അർജുൻ സാറിനെ വിളിച്ചു. സർ, എന്തുപറ്റി, ചാർജ് തീർന്നു പോയോ? അർജുൻ: "ആ, ആം, അതെ അതെ, ചാർജ് തീർന്നു." സർ: എങ്കിൽ വേറെ ഒന്നുമില്ലല്ലോ, ഞാൻ പോട്ടെ. അമ്മ വിളിച്ചു, അവർ സ്റ്റേഷൻ എത്താറായി. ഞാൻ കാറിൽ പോയി കൂട്ടിക്കൊണ്ട് വരണം. ഞാൻ പോയി വേഗം കുളിക്കട്ടെ. അർജുൻ: പോണ്ട എന്ന് പറഞ്ഞാൽ നിൽക്കുവോ? സർ: ഒരിക്കലുമില്ല, എൻ്റെ അമ്മ കഴിഞ്ഞേ ഉള്ളൂ വേറെ ആരും, കേട്ടോ. അർജുൻ: ഓക്കെ. സർ, പിണങ്ങിയോ? എനിക്ക് പോളിഷ് സംസാരമൊന്നും അറിയില്ല കേട്ടോ. സോറി, ഉള്ളതുപോലെ പറയുന്ന ശീലം. വിഷമമായെങ്കിൽ സോറി. അർജുൻ: അതെ, ഒരുപാട് അങ്ങ് പാവമാവല്ലേ, എനിക്ക് പ്രേമം തോന്നും. ഇപ്പൊ തന്നെ എന്തോ ഒരു... സർ: എന്താ വേഗം പറ. അർജുൻ: ഒന്നുമില്ല, അമ്മയൊക്കെ എത്താറായി, ചെല്ല്. സർ: എങ്കിലും ഒരു കാര്യം തരുമോ? എന്ത്? ഒന്നുമില്ല. അർജുൻ: സർ, എന്നാ ശരി, പോട്ടെ, ബൈ, നാളെ കാണാം. അർജുൻ: ശരി, നാളെ കാണാം. നേരിൽ കാണുമ്പോൾ ഇഷ്ടമൊക്കെ പോകുമെന്ന എൻ്റെ പേടി. സർ: ഒരിക്കലും ഇല്ല, അത് നിനക്ക് എന്നെ അറിയാത്തതുകൊണ്ടാ. അർജുൻ: ഓക്കെ, സി യു സൂൺ, നാളെ കാണാം. നാളെ എപ്പോൾ ഇറങ്ങും സാറ്? സാർ: ഞാൻ നാളെ ഒരു 7:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. ബൈ, നാളെ കാണാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. മൺഡേ രാവിലെ പതിവിലും നേരത്തെ എഴുന്നേറ്റു അർജുൻ. ഹോസ്റ്റൽ ഫുഡിൽ തരുന്ന ചേച്ചി അർജുനെ കണ്ട് ഞെട്ടി. കാരണം ഇത്ര നേരത്തെ അർജുൻ ഇതുവരെ അവർ കണ്ടിട്ടില്ല. അർജുന്റെ കോംപ്ലക്സ് കാരണമാവും അവൻ ഭയങ്കര ഒരുക്കം. ആ മനുഷ്യന് എന്തൊരു ഭംഗിയാ. പക്ഷെ പുള്ളി തന്നെ കണ്ടിട്ടുള്ളതല്ലേ, ഇഷ്ടപ്പെട്ടതുമാണ്, പിന്നെന്തിനാ ഓവർ റെഡി ആവൽ എന്നൊക്കെ അർജുൻ മനസ്സിൽ കരുതി. പക്ഷെ ഒരുക്കത്തിനൊരു കുറവും വരുത്തിയില്ല. അങ്ങനെ വേഗം തന്നെ അർജുൻ കോളേജിലെത്തി. സാർ ഇതുവരെ എത്തിയിട്ടില്ല. ക്ലാസ് തുടങ്ങി. അർജുൻ്റെ കണ്ണ് ഫുൾ ടൈം മാത്സ് HOD റൂമിലോട്ട്. 11 മണിയുടെ ബെല്ലടിച്ചു. അർജുൻ സാറിൻ്റെ റൂമിലേക്ക് നടന്നു. ദേ, സാറും വേറൊരു ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി റൂമിലോട്ട് പോകുന്നു. കയ്യിൽ ബാഗുണ്ട്. ഓ, ചിലപ്പോൾ വീട്ടിൽ നിന്ന് നേരിട്ട് വന്നതാവും. അതാ രാവിലെ HOD റൂമിൽ കാണാതിരുന്നത്. സാർ റൂം തുറന്ന് കയറാൻ അർജുൻ കാത്തുനിന്നു. തുറന്നതും സാർ അകത്ത് കയറി ഇരുന്നപ്പോഴേക്കും അർജുൻ പതുക്കെ അങ്ങോട്ട് പോയി. രാവിലെ മുതൽ സാറിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അർജുൻ ഡോറിൽ മുട്ടി. മേ ഐ കമിൻ സർ? മേ ഐ കമിൻ സർ എന്ന് പറയുന്നതും സർ അർജുൻ്റെ ഫോണിലോട്ട് വിളിച്ചതും ഒരുമിച്ചായിരുന്നു. അർജുൻ കോൾ എടുത്തു. സർ അർജുനെ കണ്ടതും ഫോൺ മൈക്രോഫോണിൽ കൈകൊണ്ട് മറച്ചിട്ട്: യെസ്, എന്താ കലാകാരന്മാരൊക്കെ ഇവിടെ? തേർഡ് ഇയറിലെ വലിയ ചേട്ടന്മാരല്ലേ, മാത്സ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ എന്താ പതിവില്ലാതെ? അർജുൻ: സർ, അത് പിന്നെ ഇത് ഞാനാ. അർജുൻ്റെ ശബ്ദം നേരിട്ടും ഫോണിലൂടെയും ഒരുമിച്ച് കേട്ട സാറ് കണ്ണുമിഴിച്ച് നോക്കി നിന്നു. ഒരു നിമിഷത്തേക്ക് കംപ്ലീറ്റ് സൈലൻസ്. ബെല്ലടിച്ചു. ഓ ഷിറ്റ്, 11 മണിയുടെ ബ്രേക്ക് 10 മിനിറ്റേ ഉള്ളൂ എന്നുള്ള കാര്യം രണ്ടുപേരും ഓർത്തില്ലല്ലോ. അർജുൻ: സർ, ഞാൻ പോട്ടെ. രണ്ടുപേരും ഒന്നും മിണ്ടാതെ പരസ്പരം നോക്കി ചിരിച്ചു. അർജുൻ ക്ലാസ്സിലേക്ക് നടന്നു. പോകുന്ന സമയത്ത് ഒന്ന് തിരിഞ്ഞു നോക്കി ചിരിച്ചു. സാറും തിരിച്ചു ചിരിച്ചു. ഇതുപോലെയുള്ള ഒരു അഡ്രിനാലിൻ റഷ് ഇതുവരെ അർജുൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ക്ലാസ്സിലെത്തിയ അർജുൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ സാറിൻ്റെ മെസ്സേജ്: ഐ കാൺട്ട് ബിലീവ് ദിസ്. വൈകിട്ട് ക്യാമ്പസ് പാർക്കിൽ കണ്ടാലോ? ആം ഐ ഡ്രീമിങ്? 4 മണിയാവാനുള്ള കാത്തിരിപ്പ് തുടങ്ങി. അതിൻ്റെ ഇടയിൽ പലതവണ അവരുടെ കണ്ണുകൾ സംസാരിച്ചു. ലഞ്ച് ബ്രേക്ക് ക്യാൻറ്റീനിൽ വെച്ച്, ഒരു പീരീഡ് കഴിഞ്ഞ് സാർ അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കോറിഡോറിൽ വെച്ച്, കൈ കഴുകാൻ പോകുമ്പോൾ അവിടെ വെച്ച്. അങ്ങനെ 4 മണിയായി. അർജുൻ കൂട്ടുകാരുടെ കണ്ണ് വെട്ടിച്ച് പാർക്കിലോട്ട് പോയി. ഒരു 10 മിനിറ്റിനുള്ളിൽ സാറിൻ്റെ ശബ്ദം: ഹലോ മൈ മിസ്റ്ററി ഫ്രണ്ട്. സർ. അർജുൻ: ഐ എം സോറി സർ, ഇങ്ങനെയൊന്നും ആവുമെന്ന് കരുതിയില്ല. സർ: ഷെടാ, കഷ്ടമായല്ലോ. ബട്ട് എനിക്ക് ലോട്ടറി അടിച്ച സന്തോഷമുണ്ട്. അർജുൻ: അയ്യടാ, അതെന്താ? സർ: ഇത്രയും ജാടയുള്ള നിന്നെ ദൈവമല്ല എൻ്റെ അടുത്ത് എത്തിച്ചേ.
അവർ അവിടെ ഇരുന്ന് കുറെ സംസാരിച്ചു. കുറെ കാര്യങ്ങൾ പങ്കുവച്ചു. ആദ്യം കണ്ട കാര്യവും ക്ലാസ്സിൽ വെച്ച് പറഞ്ഞ വഴക്കും അങ്ങനെയെല്ലാം. അതിൻ്റെ ഇടയിൽ സർ, ഡാ നീ എന്നെ എങ്ങനെ നീ അത് പറഞ്ഞില്ലല്ലോ അർജുൻ. അത് പിന്നെ ഫേസ്ബുക്ക് വഴിയൊന്നുമല്ല. സാറിന് ഒരു വരുണിനെ അറിയാമോ? സർ, നിനക്ക് അവനെ എങ്ങനെ അറിയാം? അപ്പോഴേക്കും സാറിന്റെ മുഖം മാറിയതായി അർജുൻ ശ്രദ്ധിച്ചു. അർജുൻ, ദേഷ്യപ്പെടേണ്ട, ഞങ്ങൾ തമ്മിലൊന്നുമില്ല. അർജുൻ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവര് ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടതും അവൻ സാറിനെ കുറിച്ച് അന്വേഷിച്ചതും പറഞ്ഞതും അങ്ങനെയെല്ലാം. എന്നാൽ അവരുടെ ബൈക്ക് റൈഡിനെ കുറിച്ച് മാത്രം അർജുൻ ഒന്നും പറഞ്ഞില്ല. സർ, ഓഹോ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അവൻ അപ്പം എന്നെ ഒരു കാമഭ്രാന്തനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അല്ലേ? എങ്കിൽ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ. സർ ശരിക്കുമുള്ള കാര്യം പറഞ്ഞു തുടങ്ങി.